കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ബാറ്ററി എത്ര നന്നായിട്ട് നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളതിന് ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ഒരു ടിപ്പ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും സ്മാർട്ട് ഫോൺ യൂസേഴ്സിൻ്റെ, ആൻഡ്രോയിഡ് ഫോൺ യൂസേഴ്സിൻ്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ബാറ്ററി കൂടുതൽ നിലനിർത്തുക എന്നുള്ളതാണ്. 3000-4000 mAh ബാറ്ററി എടുത്തിട്ടുണ്ടെങ്കിലും അത് കറക്റ്റ് നിൽക്കുന്നില്ല, ആ ഒരു ബാറ്ററി ലൈഫ് കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഫോൺ എത്രത്തോളം യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ച് ഫോണിൻ്റെ ബാറ്ററി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. എടുക്കുന്നതും അങ്ങനെ പല റീസൺസ് കൊണ്ട് ബാറ്ററിക്ക് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് mAh കൂടുതലുള്ള ബാറ്ററി വാങ്ങിക്കുക എന്നുള്ളതാണ്. അത് കൂടാതെ നമുക്ക് മറ്റൊരു സിമ്പിൾ ട്രിക്കിലൂടെ നമ്മുടെ ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും. ഫോണിൻ്റെ ബാറ്ററി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ഓൺ ആയിരിക്കുമ്പോഴൊക്കെ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം നമ്മൾ ആ ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻസ് വരുന്നോ അതിനനുസരിച്ച് ബാറ്ററി യൂസേജും വരും. ഡിസ്പ്ലേയിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ബാറ്ററി സേവ് ചെയ്യാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്ക്രീൻ ഓഫ് ടൈമറാണ്. നമ്മളെപ്പോഴും സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഓണാക്കി നോക്കാറുണ്ട്. ഓണാക്കിയിട്ട് സൈഡിലുള്ള പവർ ബട്ടൺ ഓഫ് ചെയ്താലേ സ്ക്രീൻ ഓഫ് ആവുള്ളൂ അല്ലേ? പക്ഷെ ചിലപ്പോൾ നമ്മളത് ചെയ്യാറുമില്ല, ഫോൺ താനെ ഓഫ് ആവുകയാണ് ചെയ്യാറ്. അങ്ങനെ വെക്കുന്ന സ്ക്രീൻ ടൈം ഔട്ടിൻ്റെ ടൈം ചിലപ്പോൾ 5 minutes 1 minute ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഫോണിലുണ്ടാവുക. അത് നമുക്ക് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്ക്രീൻ ടൈം ഓഫ് കുറച്ച് വെക്കാം. മിനിമം വരുന്നത് 5 seconds ആണ്. 5 seconds 15 seconds ആണ്. 15 seconds 30 seconds അപ് ടു 30 minutes വരെ അതിൽ സെറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം ആ ടൈം കുറച്ച് വെക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ബാറ്ററി സേവ് ചെയ്യാം. ഈ ടൈമറിൽ ഒരു 5 സെക്കൻഡോ അല്ലെങ്കിൽ 1 മിനിറ്റോ കൂടി പോയാൽ എവിടെയാണ് ബാറ്ററി നഷ്ടപ്പെടുക എന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ സംശയം വരുന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഫോൺ ഒരു 10 പ്രാവശ്യം യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. 10 പ്രാവശ്യം യൂസ് ചെയ്ത് നമ്മൾ അവിടെ തിരിച്ചു വെക്കുന്ന സമയത്ത് ഇതുപോലെ സ്ക്രീൻ ഓൺ ചെയ്യാണ്. ഇപ്പോൾ 1 മിനിറ്റാണ് നമ്മുടെ ഫോണിലെ ആ ഒരു ഈ ഒരു സ്ക്രീൻ ഔട്ടിൻ്റെ ടൈമെങ്കിൽ ദിവസം 10 മിനിറ്റോളം ഫോൺ വെറുതെ ലൈറ്റ് ഓണായി കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഓണായി കിടക്കുന്നതിനനുസരിച്ച് ബാറ്ററി കൺസംഷൻ വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഈ ഒരു കാര്യം നോക്കുക, സെറ്റിങ്സിൽ പോവുക, ഡിസ്പ്ലേ സെറ്റിങ്സ് എടുക്കുക, അതിനുശേഷം സ്ലീപ്പിൽ ഈ ഒരു ടൈമിംഗ് 15 seconds മിനിമം ആക്കി വെക്കാം. ഇനി അടുത്ത ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ബ്രൈറ്റ്നെസ് കുറച്ച് വെക്കുകയാണ്. ഞാൻ ചെയ്യാറുണ്ട്, നിങ്ങൾക്കും ചെയ്ത് വെക്കാം. നമ്മൾ നല്ല ഫോട്ടോസ് കാണുമ്പോഴോ വീഡിയോസ് നോക്കുമ്പോഴോ അല്ലെങ്കിൽ വെയിലത്ത് നല്ല വെളിച്ചമുള്ളിടത്ത് പോകുമ്പോഴോ ഒക്കെ നമുക്ക് ബ്രൈറ്റ്നെസ് കൂടുതലുണ്ടെങ്കിലേ ക്ലാരിറ്റിയിൽ ആ സംഭവം കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്ക് ശരിക്കും ഈ ഒരു ബ്രൈറ്റ്നെസ് കുറച്ച് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, കണ്ണിനും നല്ലതാണ്, അതേപോലെ നമ്മുടെ ബാറ്ററി സേവ് ചെയ്യാനും സാധിക്കും. ഓട്ടോ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്ത് വെക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണോ അതിനനുസരിച്ച് ബ്രൈറ്റ്നസ് മാറും. ഓട്ടോ ബ്രൈറ്റ്നസ് മാറ്റിയിട്ട് ബ്രൈറ്റ്നസ് മാക്സിമം കുറച്ച് യൂസ് ചെയ്യാം. ഇതും ബാറ്ററി സേവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതുപോലെ ബാറ്ററി സേവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമുണ്ട്. ഇത് അമോലെഡ് ഡിസ്പ്ലേക്കാണ് യൂസ്ഫുൾ ആവുക. LCD ഡിസ്പ്ലേ അതേപോലെ തന്നെ അമോലെഡ് ഡിസ്പ്ലേ, ഈ 2 ഡിസ്പ്ലേസ് ആണ് സാധാരണ ഫോൺസിലുള്ളത്. LCDയിൽ നമുക്കിത് വർക്ക്ഔട്ട് ആവുന്നില്ല, അമോലെഡിലാണ് ഇത് ഹെൽപ്ഫുൾ ആവുന്നത്. അതായത് നമ്മുടെ ഫോണിൻ്റെ വാൾപേപ്പേഴ്സ് വളരെ കളർഫുൾ ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അതിന് പകരം കുറച്ച് ഡാർക്ക് തീമായിട്ടുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് കളർ വാൾപേപ്പേഴ്സ് സെറ്റ് ചെയ്യാം. ഇത് ഒരുപാട് തരത്തിൽ നമ്മളെ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അമോലെഡ് ഡിസ്പ്ലേയുള്ള സ്മാർട്ട് ഫോൺസിലാണ് ഇത് വർക്ക് ആവുന്നത്. എനിവേസ്, ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ സിമ്പിളായിട്ട് ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ ചേഞ്ചസ് വരുത്തി നിങ്ങൾക്ക് ബാറ്ററി സേവ് ചെയ്യാം. ബാറ്ററി ഡ്രെയിൻ ആവുന്ന എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സക്സസ് ആവുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അത് രേഖപ്പെടുത്തണം. ലെറ്റ് us know. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ